ആദ്യം ഉണ്ടാക്കിയ വലിയ ഷോപ്പുകളൊക്കെ പുറത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് വിറ്റ് തീർന്നു. ഇനിയുള്ള കച്ചവടക്കാർക്കുള്ളത് വളരെ ഇടുങ്ങിയ റൂമാ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് തന്നെ ഇവിടെ നിലനിർത്തി തരണം. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഇവിടുത്തെ കച്ചവടക്കാർ ചെയ്യാൻ തയ്യാറാണ്. തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. കാരണം ഇതൊരു മാർക്കറ്റിന്റെ അകത്താവുമ്പോഴേ ഒരാളുകൾക്ക് സാധനം വാങ്ങാൻ വന്നാൽ എല്ലാ സാധനം മാത്രമേ കിട്ടുള്ളൂ. ഇത് 4 ഏക്കറിന് മേലെ സ്ഥലമുണ്ട് പച്ചക്കറി മാർക്കറ്റ്. അവിടെ 2 ഏക്കറിൽ മാത്രം സ്ഥലം മാത്രമേ ഉള്ളൂ. 100 കണക്കിന് ആളുകൾ ഇവിടെ ജീവിക്കപ്പെടുന്നുണ്ട്. ഈ 100 കണക്കിനുള്ള ആളുകൾക്ക് ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് അവിടെ ഇവിടെ ഒരു ഷോപ്പ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ അന്നന്ന് കിട്ടി ജീവിക്കുന്ന ഉപജീവന മാർഗം നിലനിർത്തുന്ന പാവപ്പെട്ട കുറെ തൊഴിലാളികളാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങളെ വയ്യാതാരാക്കിയിട്ട് എത്ര വലിയ വികസനം നേടിയാലും അതൊരു വികസനമായിട്ട് കാണാൻ യുക്തിയുള്ള ജനങ്ങൾക്ക് സാധിക്കില്ല. വ്യാപാരികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഇംതിയാസ് കരീം അവിടെ നിന്ന് തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇന്നത്തെ ദിവസവും ഈ പ്രതിഷേധം തുടരുകയാണ്. അവരോട് സംസാരിക്കാൻ അധികൃതർ തയ്യാറാകുന്നുണ്ടോ? പരിഹാരം കാണാനോ? അല്ലെങ്കിൽ അതോ ഈ പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ നിലവിൽ നടക്കുന്നത്? മധു, പാളയത്ത് ഈ മാർക്കറ്റ്, പഴയ മാർക്കറ്റ് പരിസരത്ത് ഇപ്പോഴും ആ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് കാര്യം. കല്ലുത്താൻ കടവിൽ പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടന പരിപാടി, മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം വ്യാപാരികൾ പ്രതിഷേധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളുണ്ട് മധു. അതിലൊന്ന്, ഈ കല്ലുത്താൻ കടവിലേക്ക് ഇങ്ങനെയൊരു സമുച്ചയം മാറ്റുന്ന സമയത്ത് ഇവർ നിരത്തുന്ന, കോർപ്പറേഷൻ അടക്കം നിരത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് കുറെ കൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക, നഗരത്തിലെ ബ്ലോക്ക് ഒഴിവാക്കുക തുടങ്ങിയ കുറെ കൂടെ നല്ല കാര്യങ്ങൾ കോർപ്പറേഷൻ പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുന്നയിക്കുന്ന ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഇങ്ങനെ ഒറ്റയടിക്ക് വന്ന് ഇത് മാറ്റുന്ന സമയത്ത് അവരുടെ വ്യാപാരത്തെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ. എന്തായാലും നമുക്ക് അവരോട് തന്നെ, ഈ പ്രതിഷേധിക്കുന്നവരോട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. ചേട്ടാ, ഇതിപ്പോ ഒരു ഭാഗത്ത് ഉദ്ഘാടനം, അവിടെ മുഖ്യമന്ത്രി പുതിയ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അവർ പറയുന്നത് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ എന്ന കാര്യങ്ങളൊക്കെയാണ്. പട്ടി വെച്ചമായിട്ടാണ് വാഹനങ്ങൾ ഇറക്കുന്നത്. പിന്നെ തൊഴിലാളികളെ പേരിൽ ഇവിടെ ബ്ലോക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വരുന്നുണ്ട്. അത് നടക്കില്ല. ഈ മാർക്കറ്റ് ഇവിടുന്ന് വഹിക്ക് മാറ്റാൻ ഇവിടുന്ന് ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുന്ന് ഇതൊരു കുടിയിറക്കലാണ്. ഇതുപോലെ ഒരു കുടിയിറക്കല് ഇന്ത്യയിൽ പണ്ട് നടത്തിയിട്ടുണ്ട്. അത് നന്ദിഗ്രാമ സിംഗൂർ എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പതിറ്റാണ്ടുകളോളം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സമൂഹത്തിന് അവിടുന്ന് കുടിയിറക്കിയതുമായിട്ടുള്ള ഒരു പ്രതിഷേധം പിൻകാലത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊരു ചരിത്രമാണ്. ആ ചരിത്രം തന്നെയാണ് അന്ന് അവിടെ പരീക്ഷിച്ച് പരാജയപ്പെട്ട ആ കുടിയിറക്കൽ കേരളത്തിൽ നടത്താമെന്നാണ് അവരെ വ്യാമോഹം. കാരണം അത് നമ്മളെ ഏറ്റവും പൈതൃകമായ ഒരു 65 വർഷം പഴക്കമുള്ള ഈ കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാളയം പച്ചക്കറി ബസ് സ്റ്റാൻഡ് അനുബന്ധ മേഖലയാണ്. ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ ഇല്ലെങ്കിൽ ഈ മാർക്കറ്റിന് പോലും നിലനിൽപ്പില്ല. ഈ മാർക്കറ്റ് കോഴിക്കോടിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടുപോയാലും അവിടെ ഒന്നും ആളെത്തൂല. കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ ഇതേ കുത്തക മുതലാളിമാർ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവർ ബോർഡ് റേറ്റിന് സാധനം പീടിയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ സംവിധാനം ഇന്ന് അനുസൃതം നടക്കുന്നുണ്ട്. അവിടെ സ്ക്വയർ ഫീറ്റിൻ്റെ വാടകയും ലക്ഷക്കണക്കിന് രൂപ പകുതിയും കൊടുത്തിട്ട് ഒരു കച്ചവടക്കാരന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അത് കൃത്യമായിട്ട് ഇവിടുത്തെ കച്ചവടക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കച്ചവടക്കാരും തൊഴിലാളികളും ഒറ്റക്കെട്ടായി കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ കോർഡിനേഷൻ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചത്. ഇപ്പം സർക്കാരിന്റെ വാദം ഇപ്പം അവിടെ അങ്ങോട്ടേക്ക് കല്ലുത്താൻ കടവിലേക്ക് ഇത് മാറ്റുമ്പോൾ കുറെ കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുകയാണല്ലോ. അതൊരു പൊതു മാർക്കറ്റല്ല, അത് കോർപ്പറേഷന്റെ മാർക്കറ്റല്ല. കോർപ്പറേഷൻ 35 വർഷത്തേക്ക് ലീസിന് കൊടുത്ത മാർക്കറ്റാണ്. അങ്ങനെ ഒരു സ്വകാര്യ ഭൂമിയിലേക്കാണ് നമ്മൾ പറിച്ചു നടന്നത്. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ കോഴിക്കോടിന്റെ ഹൃദയമായ ഈ പാളയം നാളെ എന്താക്കും? ആ ചോദ്യം നിങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കേണ്ടതാ. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾ തരണോ? ഇവിടെ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇതെന്നോ വിൽപ്പന നടത്തിയ അച്ചാരം കൈപ്പറ്റിയ കൂട്ടറാണ് ഇവർ. അയാൾക്ക് വേണ്ടിയിട്ടുള്ള വിടുപണിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങൾ മാറുന്നില്ല, ഞങ്ങൾ മരിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ
ഞങ്ങൾക്കൊക്കെ ഞാനൊരു ചുമട്ട് അങ്ങനെ മാറാത്ത എത്രത്തോളം തൊഴിലാളികൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ട്? അങ്ങനെ മാറാതെ നിൽക്കുന്നവർ എത്ര പേര്? മുഴുവൻ പേരും മാറാതെ നിൽക്കുന്നവരാണ്. അതായത് പാർട്ടിയുടെ അഡിക്റ്റഡ് വർക്കർമാരായ 1-2 പ്രവർത്തകർ മാത്രമാണ് ഇതിന് അനുകൂലമായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. അതല്ലാത്ത 100% തൊഴിലാളികളും മുതലാളിമാരും ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം എന്താ പറയുക, സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയ പൈസക്ക് ബസ്സിൽ വന്ന് ഇറങ്ങി സാധനം വാങ്ങി തിരിച്ച് ബസ്സിൽ പോകാവുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. ഈ മാർക്കറ്റിനേ ഉള്ളൂ. ഇവിടെ എവിടെ നിന്ന് വന്നാലും ഇവിടുന്ന് സാധനം വാങ്ങിപ്പോ തുച്ഛമായ പൈസക്ക് നിത്യജീവനം. ഒരു ന്യായമായ കാര്യം അവർ പറയുന്നത് തൊട്ടിപ്പുറത്ത് പാളയം ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വളരെ വേഗത്തിൽ ഈ മാർക്കറ്റിലെത്തി വെജിറ്റബിൾസും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളെല്ലാം വാങ്ങി അവർക്ക് പോകാമല്ലോ. അങ്ങനെ ഒരു ബ്ലോക്കിന്റെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഇതിലൊക്കെ അന്യായമുണ്ട് എന്നതാണ് ഈ തൊഴിലാളികൾ പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ കുറെ പേർ, ഞങ്ങളിൽ ഭൂരിഭാഗം പേരും ആ പുതിയ കല്ലുത്താൻ കടവിൽ ഒരുക്കിയ പുതിയ സമുച്ചയത്തിലേക്ക് മാറില്ല എന്ന ഒരു ശബ്ദമാണ് അവർ ഉയർത്തുന്നത്, എന്ന പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പക്ഷേ അപ്പോഴും കോർപ്പറേഷൻ ഇതിൽ കാണുന്നത് കുറെ കൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട്, കുറെ നല്ല കെട്ടിടം ഒരുക്കിക്കൊണ്ട്, ശുചീകരണ മുറികളടക്കം ഒരുക്കിക്കൊണ്ടുള്ള പുതിയ സംവിധാനമാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നാണ് കോർപ്പറേഷൻ സർക്കാരിന്റെ ഭാഗത്ത്